നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ജോലിയിൽ നിന്ന് അവരെന്നെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടോ? എന്തിന്? അത് അന്നത്തെ ഒരു ഇഷ്യൂ. നിങ്ങൾ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അറിഞ്ഞു. ആ ജോലി ഞാനല്ലേ അനീഷേട്ടനെ തരപ്പെടുത്തി തന്നത്. അതിന്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മകന്റെ ജീവൻ ദേവികയുടെ കയ്യിൽ ഭദ്രമാണെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മ വെറുതെ അവളെ തടസ്സപ്പെടുത്തണ്ട. നിന്റെ ഈ വാക്കുകൾ നിനക്ക് മാറ്റി പറയാനുള്ള അവസ്ഥ വരരുത്. അത് നീ നല്ല പോലെ ഓർത്തോ. ഇതൊന്നും കേട്ടിട്ട് മോള് തളരരുത്. നീ നിന്റെ കർത്തവ്യം തുടർന്നോളൂ. നീ ഈ വീട്ടിലെ അമൂല്യമായ ഒരു സ്വത്താ. പക്ഷേ അത് തിരിച്ചറിയാനുള്ള വിവേകം ഇവിടെ ചിലർക്ക് ഇല്ലാതെ പോയി. അമ്മ പറഞ്ഞതാണ് ശരി. സിദ്ധുവിന് ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ദേവിക്ക് തന്നെയാ. ഇത് അവൾ സ്വയം ഏറ്റെടുത്തതല്ലേ, അനുഭവിക്കട്ടെ. സിദ്ധുവിന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നാൽ അവൾ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആര് വിടും? ദേവിക. സിദ്ധുവിന് മാത്രമല്ല, ഇനി ഈ വീട്ടിലോ ഓഫീസിലോ സ്കൂളിലോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ദേവിയേക്കായിരിക്കും. അവളാണല്ലോ ഇപ്പൊ പൊന്നാരം തോട്ടത്ത് സാമ്രാജ്യത്തിന്റെ അധിപതി, കിരീടം വെക്കാതെ വാഴുന്ന മഹാറാണി. അവളെല്ലാം കൈകാര്യം ചെയ്യട്ടെ. ഭരിച്ചവൾ മുന്നോട്ട് നീങ്ങട്ടെ. സിദ്ധുവിനെ പരിചരിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം കൈകാര്യം ചെയ്യണം. വീടിന്റെ ചുമതല നിർവഹിക്കണം. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അവൾക്കുള്ളത്. ഹരിയേട്ടാ, ഈ ഉത്തരവാദിത്തം മുഴുവൻ അവളുടെ കയ്യിലായ സ്ഥിതിക്ക് അവൾക്ക് പണിയൊടുക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയല്ലേ? ആണ്. നമുക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണിത്. പക്ഷേ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പൊ പെട്ടെന്നൊരു നീക്കം നടത്തിയാൽ അവൾ വിജിലന്റാവും. അവക്കെതിരെ ആരോ കളിക്കുന്നുണ്ടെന്നൊരു സംശയം അവൾക്ക് തോന്നിയാൽ അവൾ അതിന്റെ പിന്നാലെ അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ അവൾ അന്വേഷിച്ചിറങ്ങിയാൽ അത് ചിലപ്പോ നമുക്ക് ദോഷവും. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ മൂവ്മെന്റ് ഏറെ ശ്രദ്ധിച്ചു വേണം. അപ്പൊ കുറച്ചു നാളത്തേക്ക് നമ്മൾ അവൾക്കെതിരെ അനങ്ങാതിരിക്കണമെന്നാ ഹരിയേട്ടൻ പറയുന്നത്? ഏയ്, ഒരിക്കലുമല്ല. പിന്നെ ചിലതൊക്കെ ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ? അതൊക്കെ ഞാൻ വഴിയെ പറയാം. അനീഷേട്ടാ, ഇനി എന്താ ചെയ്യ? ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന സമയത്ത് ആലോചിക്കണ്ടായിരുന്നോ? എല്ലാത്തിനും കാരണം നിങ്ങളുടെ ചീട്ടുകളിയാ. അത് കാരണമാണല്ലോ പണം കട്ടെടുക്കേണ്ടി വന്നത്. മഞ്ജു, ഞാനിപ്പോ ചീട്ട് കളിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അത് നല്ല കാര്യം തന്നെയാ. ഇനി ഒരിക്കലും ആ വഴിക്ക് പോവുകയും ചെയ്യരുത്. പക്ഷേ പണത്തിന് പണം തന്നെ വേണ്ടേ അനീഷേട്ടാ? അനീഷേട്ടൻ തന്ന കാശൊക്കെ തീർന്നു. ഇനി അതിലൊരു 100-200 രൂപയുണ്ടാവും. അതുകൊണ്ട് ഈ വീട്ടിലെ ചിലവൊക്കെ നടക്കൂ. മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ മാസത്തെ കാര്യങ്ങൾക്കേ പണമില്ല. അപ്പൊ ഇനി അങ്ങോട്ടോ? അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, ഇനി എന്ത് ചെയ്യുന്നു? ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പറഞ്ഞാ ഒക്കോ? ദേവിക ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ചെലവുകളൊക്കെ അവള് നോക്കൂന്ന് പറയായിരുന്നു.
ഇതിപ്പോ അവൾക്ക് വേറൊരു ജീവിതമായില്ലേ. ഇനി പഴയതുപോലെ പൈസ മുഴുവൻ നമുക്ക് വേണ്ടി ചെലവാക്കാൻ അവക്ക് സാധിക്കോ? ശ്രീകലാന്റി ഗൾഫിലായിരുന്നെങ്കിൽ ആന്റിയും പണം അയച്ചു തന്നേനെ. ഇതിപ്പോ അതും പോയി. ആ വരുമാനം നിലച്ചു. അനീഷേട്ടാ, ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവരും പട്ടിണി എടുക്കേണ്ടി വരും. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കാണാം. പെട്ടെന്നൊരു ജോലി കിട്ടുമെന്ന് എന്താ ഉറപ്പ്? നീ ഇങ്ങനെ മനസ്സ് മടുപ്പിക്കല്ലേ. അനീഷേട്ടനെ നിരാശപ്പെടുത്താൻ പറഞ്ഞൊന്നും അല്ല. ഞാൻ പറഞ്ഞത് വാസ്തവല്ലേ. അഞ്ചിത വഴി പൊന്നാരം തോട്ടത്തുകാരോട് അനീഷേട്ടന് വേണ്ടി ഒരു ജോലി ചോദിച്ചാലോ? ഏയ്, അതൊന്നും വേണ്ട. അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? അവള് കാരണമല്ലേ നമ്മുടെ കുടുംബം ഈ അവസ്ഥയിലായത്. അപ്പൊ അവൾക്കും ഇതിലൊരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അനീഷേട്ടന് ജോലിക്ക് വേണ്ടി അവളും പരിശ്രമിക്കട്ടെ. ദേ, വലിയ അഭിമാനം നോക്കിയിരുന്ന വായു ഭക്ഷിച്ച് കഴിയേണ്ടി വരും. ചിലപ്പോ എല്ലാവർക്കും കൂടി കൂട്ട ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. പറ അനീഷേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മഞ്ജു ചേച്ചിക്കും മുത്തശ്ശനും സുലോചന ആന്റിക്കൊക്കെ സുഖമാണോ? അവർക്കെല്ലാവർക്കും സുഖം തന്നെയാ. അല്ല, അനീഷേട്ടൻ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണോ? അല്ല, അത് പിന്നെ ഞാൻ എന്താ അനീഷേട്ടാ? അനീഷേട്ടൻ എന്തോ പറയാനുണ്ടല്ലോ, എന്താ അത്? അത് പിന്നെ അനീഷേട്ടന് പണം വല്ലതും? എനിക്കിപ്പോ പണമല്ല, ഒരു ജോലിയാണ് ആവശ്യം. അനീഷേട്ടന്റെ ഇപ്പോഴത്തെ ജോലിക്ക് എന്ത് പറ്റി? അത് പിന്നെ ആ ജോലിയിൽ നിന്ന് അവരെന്നെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടോ? എന്തിന്? അത് അന്നത്തെ ഒരു ഇഷ്യൂ. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അറിഞ്ഞു. ആ ജോലി ഞാനല്ലേ അനീഷേട്ടനെ തരപ്പെടുത്തി തന്നത്. അതിന്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഒരബദ്ധം പറ്റി പോയതാ. പക്ഷേ അതിനുശേഷവും അനീഷേട്ടൻ അതേ കമ്പനിയിൽ തന്നെ ആയിരുന്നല്ലോ ജോലി ചെയ്തിരുന്നത്. അന്ന് മുത്തശ്ശി ഇടപെട്ടെല്ലാം പരിഹരിച്ചതായിരുന്നു. ഇപ്പോ ആ മാനേജർ തീരുമാനിച്ചു ഞാൻ ആ കമ്പനിയിൽ വേണ്ടെന്ന്. ചുരുക്കി പറഞ്ഞ ഞാനിപ്പോ ആകെ പ്രയാസത്തിലാ. ഉടനെ ഒരു ജോലി ശരിയായില്ലെങ്കിൽ കുടുംബ ചെലവ് നടത്താൻ പോലും ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടും. വീട് തന്നെ പട്ടിണിയിലായി പോവും. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വെച്ചൊരു ജോലി നൽകിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത് വളരെ ഉപകാരമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.